ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റീൽസിന്റെ റീച്ചിന് വേണ്ടിയിട്ട് പല ആളുകളും സാഹസികമായി കാട്ടിക്കൂട്ടുന്ന പല കോപ്രായങ്ങളും നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും ചെറിയ പ്രായത്തിലുള്ള ആളുകളാണ് ഇത്തരം സാഹസിക പ്രവർത്തികളൊക്കെ ചെയ്യാറുള്ളത്. എന്ന് വെച്ചാൽ ചെറിയ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ ട്രെയിനിന്റെ മുന്നിൽ കയറിയിട്ട് മുന്നിൽ നിന്നിട്ട് സെൽഫി എടുത്ത് റീൽസ് എടുക്കുക, അല്ലെങ്കിൽ ട്രെയിനിന്റെ മേലെ കയറി ഡാൻസ് കളിച്ച് റീൽസ് എടുത്ത് ഷോക്ക് അടിച്ച് അപകടം സംഭവിക്കുക, അല്ലെങ്കിൽ ഓടുന്ന ബസ്സുകളുടെയൊക്കെ മുന്നിൽ അങ്ങനെ പല രീതിയിലുള്ള സാഹസികമായിട്ടുള്ള റീൽസുകൾ ചെയ്യുന്നത് കാണാറുണ്ട്. വലിയ വലിയ മലയുടെ തുഞ്ചത്തൊക്കെ പോയി നിന്നിട്ട് റീൽസ് എടുക്കുക, ചെറിയ പാറ അറ്റത്തേക്ക് നീണ്ടു നിൽക്കുന്ന പാറയുടെ തുഞ്ചത്ത് പോയി റീൽസ് എടുക്കുക, അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിലൊക്കെ സാഹസികത കാണിച്ചുകൊണ്ട് റീൽസ് എടുക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അത് പലപ്പോഴും പ്രായം കുറഞ്ഞ ആളുകളെ നമ്മളെപ്പോഴും പക്വതയില്ലാത്ത ആളുകൾ എന്നാണ് കാണാറുള്ളത്. അപ്പൊ അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ എപ്പോഴും ആ റീൽസ് ഒക്കെ കാണാറുള്ളത്. ഇങ്ങനത്തെ ഈ ഒരു വിഡ്ഢിത്തത്തില്, ഇങ്ങനത്തെ ഒരു സാഹസികമായിട്ട് നടത്തുന്ന വിഡ്ഢിത്തം അല്ലെങ്കിൽ ബുദ്ധിയില്ലായ്മയില് ഈ പ്രായം കുറഞ്ഞ ആളുകളെ കാണുമ്പോൾ നമുക്ക് അത്രയൊരു അവരുടെ ഒരു പ്രായത്തിന്റെ ഇത് എന്ന് നമ്മൾ കാണാറുണ്ട്. അവർക്ക് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ടത് പ്രായമുള്ള ആളുകളാണ്. അവർക്ക് ഇതല്ല ശരി, നിങ്ങൾ ചെയ്യുന്നത് അപകടമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് കുറച്ചുകൂടെ അനുഭവമൊക്കെ ഉള്ള ആളുകൾ ഇത് അപകടകരമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിന്റെ ഇതുകൊണ്ട് ചെയ്യുന്ന സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ജീവൻ വരെ അപകടത്തിലാക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പലപ്പോഴും പ്രായമുള്ള ആളുകളാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. പക്ഷെ ഇപ്പൊ ഈ റീൽസിന്റെ ഈ റീച്ചിനൊക്കെ വേണ്ടിയിട്ട് ആളുകൾ പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും എല്ലാവരും ഒരുപോലെ വിഡ്ഢിത്തങ്ങൾ കാട്ടിക്കൂട്ടുന്നതാണ് കാണാറുള്ളത്. ഇപ്പൊ അടുത്ത ദിവസം തന്നെ കർണാടകയിൽ ഒരു ഫാമിലി ഒരു വലിയ ചാക്കും കൊണ്ടിട്ട് കൊറിയർ സർവീസ് ചെന്നു. ആ ചാക്ക് കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉള്ള ഒരു 4-5 പേരടങ്ങുന്ന ഒരു ടീമാണ് ചെന്നത്. ചാക്ക് എന്താണ് ചാക്കിന്റെ ഉള്ളിലെന്ന് തുറന്നു പരിശോധിക്കണമെന്ന് കൊറിയർ കമ്പനിയിലെ ജീവനക്കാർ പറഞ്ഞു. ചാക്കിന് ചെറിയ അനക്കുണ്ടായിരുന്നു. അപ്പൊ ഇനി വല്ല മൃഗങ്ങളെയൊക്കെ കയറ്റി അയക്കുകയാണോ എന്നൊക്കെ പേടിച്ചിട്ട് ഇവരെന്തായാലും നിർബന്ധമായിട്ട് ഇതിനുള്ള എന്താണത് കണ്ടാൽ മാത്രമേ അയക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൊറിയർ കമ്പനി ജീവനക്കാര് അത് നിർബന്ധിച്ച് തുറന്നപ്പോ അതിൻ്റെ ഉള്ളൊരു പ്രായമുള്ള മനുഷ്യനായിരുന്നു. ആ ഫാമിലിയെ തന്നെ ആ വ്യക്തിയുടെ അച്ഛനാണെന്ന് തോന്നുന്നു, കൊണ്ടുവന്ന ആരുടെ അച്ഛനാണെന്ന് തോന്നുന്നു, പ്രായമുള്ളൊരു മനുഷ്യനായിരുന്നു ആ ചാക്കിന്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോ ഈ കൊറിയർ കമ്പനി ജീവനക്കാര് ആകെ അന്തം വിട്ടു പോകുന്നു. എന്ത് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ഇവരെല്ലാവരും ഓടി രക്ഷപ്പെടുന്നു. ഈ പ്രായമുള്ള മനുഷ്യനും ഓടി രക്ഷപ്പെടുന്നു. പിന്നീട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇവർ പറയുന്നത് ഞങ്ങൾ വെറുതെ ഒരു പ്രാങ്കിന് വേണ്ടി ചെയ്തതാണ്, പ്രാങ്ക് റീൽ എടുക്കുന്നതിന് വേണ്ടി ചെയ്തതാണ് എന്ന് പറയുന്നു. ആ കുടുംബത്തിലെ പ്രായം കുറഞ്ഞ ആളുകള് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് മനസ്സിലാക്കാം. പക്ഷെ ആ കുടുംബത്തിലെ പ്രായമുള്ള ആളുകൾ, അമ്മയും അച്ഛനും ഒക്കെ ഇത്തരം ഒരു വിഡ്ഢിത്തത്തിന് കൂട്ടു നിൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്തു പറ്റി ഈ ആളുകൾക്ക്? വെറും റീച്ചാണോ ജീവിതത്തിൽ വലിയ കാര്യം, അല്ലെങ്കിൽ വരുമാനമാണോ വലിയ കാര്യം എന്ന് തോന്നിപ്പോ. ഇതേ ഒരു രീതിയിലാണ് ഇപ്പൊ മലയാളത്തിൽ തന്നെ ഒരു ചാനലില് ഇതേപോലെ റീൽസ് കാണണ്ടായി. കിടില മുത്തശ്ശി എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, അറിയുന്നുണ്ടായിരിക്കും. ഒരു മുത്തശ്ശി ഉണ്ട്, അവരുടെ മകളുണ്ട്, അവരുടെ ഹസ്ബൻഡ് ഉണ്ട്, മകളുടെ മകളുണ്ട്. അങ്ങനെ അവരെല്ലാരും കൂടെ ചേർന്ന് ഫാമിലി ആയിട്ട് ഒരു ഫാമിലി വ്ളോഗായിട്ടാണ് അവർ ഈ കിടില മുത്തശ്ശി എന്നുള്ള ചാനൽ നടത്തുന്നത്. അവർക്ക് കാറ്ററിംഗ് യൂണിറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ കാറ്ററിംഗിന്റെ കാര്യങ്ങളൊക്കെ കാണിക്കും. പിന്നെ മുത്തശ്ശിയുടെ കുറെ സംസാരങ്ങള്, അവരുടെ കുറെ ഡാൻസ്, റീൽസ് ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു ചാനലാണത്. ഈടെ അതിലൊരു വീഡിയോ വന്നു. ആ മുത്തശ്ശി ഒരു മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഡാൻസ് കളിക്കുന്നു. സ്ഥിരമായിട്ട് ആ മുത്തശ്ശി ഡാൻസ് കളിക്കാറുണ്ട്, പുറത്തൊക്കെ നിന്നിട്ട് സാധാരണ പോലെ ഡാൻസ് കളിക്കാറുണ്ട്. ഇതൊരു മരത്തിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. അവിടെ ഇരുന്നിട്ടൊന്നുമല്ല കളിക്കുന്നത്, നിന്നിട്ടും കളിക്കുന്നുണ്ട്, കൊമ്പത്ത് നിന്നിട്ടും ഡാൻസ് കളിക്കുന്നുണ്ട്. സോ അതിൽ കാണുമ്പോൾ നമ്മൾ എന്തിനാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്? എന്താണ് ആളുകൾക്ക് ഇപ്പൊ ഇത്? ഈ മുത്തശ്ശി മരത്തിന്റെ മുകളിൽ നിന്ന് ഡാൻസ് കളിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണോ? എന്തൊരു വിഡ്ഢിത്തം നിറഞ്ഞ കാര്യമാണത്. ഈ പ്രായമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലിന് സ്വാഭാവികമായിട്ടും കാൽസ്യക്കുറവ്, ബലക്കുറവ്, പ്രായം കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ എല്ലൊക്കെ പ്രായമാവുമ്പോൾ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ആളുകളൊക്കെ ബാത്റൂമിൽ സ്ലിപ്പ് ചെയ്ത് വീണിട്ട് അപകടം സംഭവിക്കുന്നത് പ്രായമുള്ള ആളുകൾക്കാണ് കൂടുതൽ. കാരണം എല്ലിന് ബലക്കുറവ് ഉണ്ട് വെച്ചാൽ, അല്ലെങ്കിൽ എല്ലിന് ബലം ഉണ്ട് വെച്ചാൽ വീണാലും നമുക്ക് ഇത്രേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചെറിയൊരു ക്രാക്ക്, ചെറിയൊരു പൊട്ടൽ ഇങ്ങനെയൊക്കെ വരുന്നുള്ള സ്ഥാനത്ത് ഈ പ്രായമുള്ള ആളുകൾ വീഴുമ്പോൾ അവർക്ക് തൊടയില് പൊട്ടുക, എന്നിട്ട് വലിയ സർജറി നടത്തേണ്ടി വരിക, കുറേ കാലങ്ങളോളം അവർ ബെഡിൽ കിടക്കേണ്ടി വരിക. ഈ പ്രായമുള്ള ആൾക്ക് രക്തോട്ടം ശരീരത്തിന് കുറവായിരിക്കും, കിടന്നു കഴിയുമ്പോൾ ബെഡ് സോർ വരിക, ശരീരം പൊട്ടുക, ഇങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ
ഒരു പ്രായമുള്ള സമയത്ത് അനുഭവിക്കുന്നുണ്ട്. ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മരണനിരക്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ ബാത്റൂമിൽ സ്ലിപ്പായിട്ട് വീണിട്ട് പ്രായമുള്ള ആളുകൾ മരിക്കുന്നത് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് പ്രായമുള്ളൊരു സ്ത്രീ മരത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് വെറുതെ നിൽക്കുക മാങ്ങ പറിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്, അവിടെ നിന്നിട്ട് ഡാൻസ് കളിക്കുകയാണ്. പ്രായമുള്ള ആളുകൾ വേണ്ട, കുട്ടികൾ പോലും അതിന്റെ മുകളിൽ നിന്ന് ഡാൻസ് കളിച്ചാൽ ചിലപ്പോൾ താഴെ വീഴും. കുറച്ച് നല്ല ആരോഗ്യവും ഉറപ്പും നല്ല ബുദ്ധിയും ഒക്കെ ഉള്ള ആളുകളും ചിലപ്പോൾ മരത്തിന്റെ മുകളിൽ കയറി നിന്ന് ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ താഴെ വീഴും. വെറുതെ ഒരു സാഹസിക വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പോലും യാതൊരു പ്രൊട്ടക്ഷനും ഇല്ലാതെ ഈ മരത്തിന്റെ മുകളിൽ കയറുന്നത് തീരെ ഒരു നല്ല പരിപാടിയല്ല. എല്ലാ ആളുകളെയും സംബന്ധിച്ചിട്ട് പ്രാക്ടീസ് ഇല്ലാത്ത ആളുകൾ വെറുതെ ഒരു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് പ്രായമുള്ള ഒരു സ്ത്രീ മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് റീൽസ് എടുക്കുന്നത്. എന്താണ് ആ റീൽസ് കൊണ്ട് അവർക്കുണ്ടായ മെച്ചം എന്നറിയില്ല. അവരുടെ സാധാരണ എല്ലാ റീൽസ് പോലത്തെ റീച്ചേ അതിനുള്ളൂ. അല്ലാതെ ആ സ്ത്രീ മരത്തിന്റെ മുകളിൽ കയറി ഒരു ഡാൻസ് കളിച്ചു എന്നുള്ളത് കൊണ്ട് അതിനൊരു പ്രത്യേക റീച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെ വെറും റീൽസിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ആളുകളായിട്ട് മാറുകയാണ് നമ്മൾ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഗുണം ആ റീൽസ് കൊണ്ട് ഉണ്ടായോ എന്നറിയില്ല. അഥവാ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാവും ചെയ്യുമായിരുന്നു എന്നേ പറയാനുള്ളൂ. എന്തായാലും ഒരു റീച്ചിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും പ്രായമുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കാനുള്ള ഒരു സാമാന്യ ബോധം വേണമെന്നേ പറയാനുള്ളൂ. ഇപ്പോൾ നമുക്ക് പറയാം അത് ചിലപ്പോൾ ഈ പേരക്കുട്ടികളൊക്കെ നിർബന്ധിച്ചപ്പോൾ കയറിയതാവാം എന്നൊക്കെ പറയാം. ആ ചാനൽ നടത്തുന്ന അത്ര പ്രായം കുറഞ്ഞ പേരക്കുട്ടിയൊന്നുമല്ല, അവരുടെ മകള് ആ മകൾക്ക് അവരുടെ പേരക്കുട്ടിക്ക് 10-30 വയസ്സിലും മേലുണ്ടായിരിക്കും. അപ്പൊ അത്രയും പ്രായമുള്ള ഒരാള് ഇമാതിരി വിഡിത്തങ്ങളൊക്കെ ചെയ്യും മുത്തശ്ശി എന്ന് പറഞ്ഞ് മരത്ത് കയറ്റുന്നത് എന്തൊരു വിഡിത്താണെന്നേ പറയാനുള്ളൂ. എന്തായാലും എല്ലാവർക്കും നന്ദി.